ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെറും ഒരു വ്ളോഗല്ല, ഇന്ന് ഹാപ്പി ഓണമാണ്. ഓണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 1000 ഓണാശംസകൾ നേരുന്നു. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ഈ ഓണം ഒരുങ്ങുന്നതിൻ്റെ കൂട്ട് ഈ വർഷവും ഞങ്ങൾ ഓണം ഒരുങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരുങ്ങുന്നുണ്ട് അറിയാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണം ഒരുങ്ങിയത് താഴെ മോളുടെ സിസ്റ്റർ-ഇൻ-ലോയുടെ വീട്ടിൽ വെച്ചായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം സദ്യയൊക്കെ ഏകദേശം എല്ലാം റെഡിയായി. ഇനി പായസമൊക്കെ ഉള്ളൂ ഒന്ന് റെഡി ആവാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ അത്തപ്പൂ ഇടുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം അവിടെ നിന്ന് കുറച്ച് പൂ വാങ്ങിച്ചായിരുന്നു. ലൈക്ക് അവിടെ ഇങ്ങനെ 5 ദിറമിന് 100 ഗ്രാം അങ്ങനെ പൂ, പലതരം പൂ, റോസ് ഉണ്ടായിരുന്നു, യെല്ലോ റോസ്, വൈറ്റ് റോസ്, അങ്ങനെ പല ജമന്തി, അങ്ങനെ പല പൂക്കളുണ്ടായിരുന്നു. അപ്പം നമുക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് പൂക്കൾ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ താഴെ ബിൽഡിങ്ങിൻ്റെ താഴെ കുറച്ച് പൂക്കളുണ്ട്. അത് ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ട് പോയിട്ട് ഇന്നലെ എടുത്തു. കുറച്ച് ഇലയായിട്ട് എടുത്തു. അപ്പം എല്ലാം കൂടി കൂട്ടി ഒരു അത്തപ്പൂ ഇടണം. അപ്പോൾ പൂക്കളെല്ലാം ഞങ്ങൾ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞങ്ങളിപ്പോൾ അത്തപ്പൂ ഇടാൻ പോവുകയാണ്. പിന്നെ ഓണസദ്യയെ പറ്റി പറയുവാണെങ്കിൽ ആക്ച്വലി ഓണസദ്യ ഫുൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യം പപ്പയും മമ്മിയും കൂടി ചേർന്നിട്ടാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത്. അതായത് ഞങ്ങൾ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും റെഡിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വകയായിട്ട് എന്തേലും ഈ പ്രാവശ്യം ഓണത്തിന് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ പറ്റിയില്ല. എന്തായാലും ഒരു ചെറിയൊരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മാങ്ങ പച്ചടിയാണ്, പഴുത്ത മാങ്ങ പച്ചടി. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അതാണ് ഞാൻ ഓണത്തിന് എൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മാങ്ങ പച്ചടി. പിന്നെന്താ, പിന്നെ എല്ലാവരും ഞങ്ങൾ 2 വീട്ടുകാരേ ഉള്ളൂ. താഴെ മോളുടെ വീട്ടുകാരും ഞങ്ങളും പപ്പയും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടാണ് ഓണം കൂടുന്നത്. ഞങ്ങളെന്തായാലും ഇപ്പം അത്തപ്പൂ ഇടാൻ പോവാണ്. അപ്പം അത്തപ്പൂ ഇടുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ സദ്യയുടെ ഒരുക്കങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് റെഡി ആവണം. റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓണത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ഔട്ട്ഫിറ്റ്. പിന്നെ നമ്മുടെ മെയിൻ കാര്യം, അതായത് സദ്യ കഴിക്കണം. അതാണല്ലോ ഓണത്തിന് മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പം സദ്യ കഴിക്കണം. അപ്പം എന്തായാലും നമുക്ക് അത്തപ്പൂ ഇട്ട് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ചോദിച്ചാൽ ഒരു സർപ്രൈസായിട്ട് വന്നത്. അപ്പോൾ അതെന്താണ് നമുക്കിപ്പോൾ കാണാം. ചേച്ചി
ഒരു മിനിറ്റ് ഒന്നുകൂടെ വരുന്ന കാണിച്ച്. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഒന്നുകൂടെ സൂം. ഏത് അൾട്രാ സീരീസ് ആണ്. എന്ത് സൂര്യ ഏതായാലും എനിക്കറിയത്തില്ല. തൊട്ട് തോന്നിട്ട് പറയാം. രണ്ട് സൈഡിൽ കൊണ്ട് എന്ത് പൊട്ടിക്കറിയോ? പൊട്ടിയിരിക്കുമോ? പിടിക്കോ? ഇങ്ങനെ തുറക്കണം. എങ്ങനെ മനുഷ്യ തുറക്കണം? ഞാൻ തുറക്കാം. എങ്ങനെ? वॉच वो बैंड दिखा दीजिए. बैंड इल्ल सुधु. चार्जर. वाओ नाइस. ये फुल ही हो रहा है. कलर കാണിച്ച് ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് നോക്കുവായിരുന്നു. നമ്മൾ അത് നമ്മൾ ആപ്പുകാരനോട് പറയായിരുന്നു. തോണ്ട് ചേച്ചി അതിന്റെ ബാൻഡ് ഉണ്ട്. ഇറ്റ്സ് ഓറഞ്ച് ഹിയർ. ഇതിന്റെ ഈ സൈഡ് ഓറഞ്ച്. അല്ല നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ കണ്ടപ്പോഴാ നമുക്ക് ആപ്പിൾക്കാരോട് ഇങ്ങനെ പറയായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ഒരു ഇങ്ങനെ വെക്കുമ്പോ ഭയങ്കരമായിട്ട് ഇത് നമ്മളിങ്ങനെ ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ये कितना बड़ा डायल है चाचा? ये मैक्सिमम वाला है कि मैक्सिमम वाला है? പെട്ടെന്ന് ഓണായിരുന്നു. ചേച്ചി ഞങ്ങളുടെ സർക്കിൾ അല്ലല്ലോ കർത്താവേ. മമ്മി കാണിക്കാം. നൈസ്. താങ്ക് യു സിജു. താങ്ക് യു വെരി മച്ച്. ഓണത്തിന്റെ ഗിഫ്റ്റ് ആണോ ഇത്? താങ്ക് യു സോ മച്ച്. ഗൈസ് ഞങ്ങളുടെ അത്തപ്പൂ റെഡി ആയിരിക്കുകയാണ്.
റെഡി ആയില്ലേ? ഗ്രീൻ സെറ്റ് സോറി, ഒരു ഗ്രീൻ ലൈനും കൂടി ഇതിന്റെ വെളിയിൽ കൂടി ഒരു ഗ്രീൻ എന്താ പറയുന്നത്, ഒരു ഗ്രീൻ ഔട്ടറും കൂടി വരും. ആ ഗ്രീൻ ഔട്ടറും കൂടി വരുമ്പം നമ്മുടെ അത്തപ്പൂ തീരും. ഞങ്ങളൊന്ന് ചെറുതായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ വെച്ച് വെച്ച് വന്നപ്പോൾ വലുതായില്ലേ. പക്ഷെ ഇതിനൊരു ചരിവുണ്ട് മോള് ആ സൈഡിൽ. വട്ടം ഒരു കറക്റ്റ് വട്ടം പോലും തോന്നുന്നില്ല. കുഴപ്പമില്ല, എത്ര ഒപ്പിച്ചല്ലേ, ഇതൊക്കെ മതി. നൈസ്, വണ്ടർഫുൾ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് അത്തപ്പൂ ഇട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ, ഞങ്ങൾ സ്വന്തമായിട്ട് ഇട്ടാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം ഞങ്ങളുടെ അത്തപ്പൂ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പച്ച ഔട്ടർ കൊടുക്കുന്നത്. ഈ പച്ച കളറുടെ ഇല ഞങ്ങൾ താഴേന്ന് പറിച്ചതാണ്. ഈ ബാക്കിയുള്ള ഈ ബോബൻ വില്ല ഞങ്ങൾ താഴേന്ന് പറിച്ചതാണ്. പിന്നെ ഈ റോസും ആ വെള്ള കളറുടെ ഈ പൂവൊക്കെ ഞങ്ങൾ മാംഗോയിന് സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ 5 ദിർഹംസ് കൊടുത്ത് വാങ്ങിച്ച പൂക്കളാണ് ഈ തറയിൽ കിടക്കുന്നത്. ഇതും നമ്മൾ താഴേന്ന് പറിച്ചല്ലേ, 5 ദിർഹംസ്. 100 ഗ്രാം പൂവിന് 5 ദിർഹം. എന്താ ടെന്നു ഇത്? എന്താ അത്? അപ്പം ഞങ്ങളുടെ അത്തപ്പൂ ഇട്ട് കഴിയുമ്പം ഇത്രയും കൂടി ഇനി ഞങ്ങൾ പച്ച വെച്ച് കവർ ചെയ്യും. അത് കഴിയുമ്പം ഞങ്ങളെല്ലാവരും ഒരുങ്ങാൻ പോവുകയാണ്. ഫുഡൊക്കെ ഓൾമോസ്റ്റ് മമ്മി എല്ലാം ശരിയാക്കി. എല്ലാം മമ്മി തന്നെയാണ് ഒരുക്കിയത്. ഇവിടെ കിച്ചണിലെ പരിപാടിയും ഏകദേശം ഒത്തിരി മെസ്സിയാണ്, എന്നാലും സാധനങ്ങളെല്ലാം റെഡിയാണ്. ഇതെന്താ മമ്മി? പരിപ്പ് കറി. വാവ്, പായസം, അരിപ്പായസം എല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. എല്ലാം മമ്മിയാണ് പ്രിപ്പയർ ചെയ്തത്. എൻ്റെ വകയായിട്ട് ഒരു ഡിഷ് മാത്രമേ ഉള്ളൂ. അതിനുള്ള സാധനമാണ് എടുത്ത് വെച്ചേക്കുന്നത്. എന്താണുള്ളത് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലല്ല, ഞാൻ എന്തായിരുന്നു ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും പറഞ്ഞേക്കാം. മാങ്ങ പച്ചടിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിരുന്നു, പൈനാപ്പിൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് മാങ്ങ പച്ചടി ഉണ്ടാക്കുന്നത്, പഴുത്ത മാങ്ങ പച്ചടി. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും വേറെ ഒരു വീഡിയോയിൽ ആക്കി ഇട്ടേക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഓണസദ്യ ഇവിടെ റെഡിയാണ്. നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് ഇവിടെ എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 ഉപ്പും കൂടി കൂട്ടി 22 ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ സദ്യ ടേബിളിൽ ഞങ്ങളെല്ലാ ഐറ്റംസും വെച്ച് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനിയും ഞങ്ങൾ ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. അപ്പം ഫോട്ടോ എല്ലാം കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ അഴുക്കായി പോകുമല്ലോ കഴിച്ചൊക്കെ കഴിയുമ്പം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഹായ് സുജുയുടെ ഇത് പുതിയ ഷർട്ടാണ്, ഓണം പ്രമാണിച്ച് വാങ്ങിച്ചതാണ്. കണ്ടോ, നല്ല ഡിസൈൻ ഉണ്ടല്ലേ. മലയാളി മങ്കല്ല, മലയാളി മങ്കൻ. സി
ഗൈസ് ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഇനിയൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഓണത്തിൻ്റെ ഈ വർഷത്തെ ഓണ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെന്താ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അടുത്ത വീഡിയോ കാണാൻ മറക്കല്ല്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ ഓണത്തിന് എൻ്റെ വകയായിട്ട് വെച്ച ഒരു ഡിഷുണ്ട്, മാംഗോ പച്ചടി. അപ്പം മാംഗോ പച്ചടിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും അടുത്ത എൻ്റെ വീഡിയോ കാണുക, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. വിഷ് യു എ ഹാപ്പി ഓണം വൺസ് അഗെയിൻ. ബൈ.